നമസ്കാരം. 150 രൂപ കൊടുത്തൊരു ഫലകം വാങ്ങി പുരസ്കാരം എന്ന പേരിൽ നൽകിയാൽ പല മാധ്യമ പ്രവർത്തകരെയും വിലക്കെടുക്കാൻ പറ്റും. ഇത് കൊടുക്കുന്നവരും വാങ്ങുന്നവരുമുണ്ട്. കല്ലമ്പലം കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ആശുപത്രിയും സ്കൂളും അറബിക് കോളേജും കല്യാണ മണ്ഡപവും അടക്കം നിരവധി സ്ഥാപനങ്ങളുണ്ട്. KTCT ട്രസ്റ്റിന്റെ കീഴിലുള്ള ജാമിയ സ്വലാഹിയ കോളേജ് ക്യാമ്പസിൽ അവിടെ താമസിച്ചു പഠിക്കുന്ന ഒരു 13-കാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി. അവൻ തനിക്ക് നേരിട്ട ദുരനുഭവം കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹം ചെയ്യേണ്ടത് അത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതിലുപരി ആ കുട്ടിയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതും. കാരണം വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരിക്കും ആ കുട്ടി. എന്നാൽ ഈ വൈസ് പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് റഫീഖ് എന്നാണ്, അദ്ദേഹം ആ കുട്ടിയോട് ആക്രോശിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. കുട്ടി ഇക്കാര്യം തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അവർ കോളേജ് അധികൃതർക്കും പോലീസിലും പരാതി കൊടുത്തു. എന്നാൽ ദിവസങ്ങളോളം യാതൊരു നടപടിയും ആ പരാതിയിന്മേലുണ്ടായില്ല. കാരണം കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എ നഹാസിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ആരോപണം. KTCT ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്നതിലുപരി നഹാസ് മണമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇതുപോലെ ഗുരുതരമായ ഒരു വിഷയം അറിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കുക, ഇരയായ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനുള്ള ഏർപ്പാട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം പുറത്തറിഞ്ഞാൽ അത് സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് സംഭവം വാർത്തയാകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചു. പരാതിയിൽ നടപടികളൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും പോലീസ് ഉന്നതാധികാരികൾക്കും പരാതി നൽകി. ഇതോടെയാണ് അന്വേഷണത്തിന് ചൂടുപിടിച്ചത്. ഉണർന്ന് പ്രവർത്തിച്ച പോലീസ് വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ കിളിമാനൂർ തട്ടത്തുമലക്കാരനായ മുഹമ്മദ് മുഹസിനെയും മണമ്പൂർ തോട്ടക്കാട്ടുകാരനായ മുഹമ്മദ് ഷമീറിനെയും അറസ്റ്റ് ചെയ്തു. സീനിയർ വിദ്യാർത്ഥികളായ 4 പേരും സംഭവത്തിൽ പ്രതികളാണ്. ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഈ സംഭവം വാർത്തയായത് 2 ദിവസം മുൻപ് മാത്രമാണ്. കാരണം നീതി കിട്ടാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്കും ഉന്നതാധികാരികൾക്കും പരാതി നൽകിയതോടെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പട്ടി പറ്റാൽ അതുപോലും വാർത്തയാക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളടക്കമുള്ള പ്രാദേശിക മാധ്യമങ്ങളും അതിൻ്റെ പ്രവർത്തകരും ഇക്കാര്യം അറിഞ്ഞതേയില്ല. എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. അവിടെയാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി എല്ലാവർക്കും ഓരോ പുരസ്കാരങ്ങൾ അങ്ങ് കൊടുത്തു. ഇതിന് ചുക്കാൻ പിടിച്ചത് KTCT ചെയർമാൻ കൂടിയായ മണമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസാണ്. അദ്ദേഹം പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാര വിതരണം നടത്തുന്നത് കാണുക. ചടങ്ങിൽ അടൂർ പ്രകാശ് MPയും ആറ്റിങ്ങൽ MLA OS അംബികയും വർക്കല MLA V ജോയിയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും അടക്കമുള്ളവർ പങ്കെടുത്തു. എന്തിൻ്റെ പേരിലായാലും ഒരു ജനപ്രതിനിധി ഇത്തരമൊരു ഗുരുതരമായ കുറ്റകൃത്യം മറച്ചുവെച്ചത് കുറ്റകൃത്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇന്നലെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള ദിനപത്രങ്ങളിൽ ഒരു ചെറിയ കോളത്തിൽ ഈ വാർത്തയുണ്ടായിരുന്നു. എന്നാൽ സ്ഥാപനത്തിൻ്റെ പേര് അതിലുണ്ടായിരുന്നില്ല. കാരണം ഊഹിക്കാവുന്നതേയുള്ളൂ, ആ പത്രത്തിൻ്റെ പ്രാദേശിക ലേഖകനും പുരസ്കാര ജേതാവായിരുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ഉള്ളിടത്തോളം കാലം ഈ നാട് എങ്ങനെ ഗതി പിടിക്കാനാണ്? ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.